ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സജീവ് സഞ്ജു. നമ്മൾ ഇപ്പോൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സൂം മീറ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മീറ്റിംഗ് ID ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു മീറ്റിംഗ് നടത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നമ്മളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സൂം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അത് സൂം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സൂം ക്ലൗഡ് മീറ്റിംഗ് എന്ന് കാണാം. സോ ഈ ആപ്ലിക്കേഷൻ ഞാൻ ആൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതാണ് ഓപ്പൺ എന്ന് കാണുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക, സ്റ്റാർട്ട് എ മീറ്റിംഗ്, ജോയിൻ എ മീറ്റിംഗ്. സോ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനേ സാധിക്കൂ, നമുക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മെയിൽ ID യും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. സോ ഞാനിവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇങ്ങനൊരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ID അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള Gmail അക്കൗണ്ടിലുള്ള മെയിൽ ID ഏതാണോ അതാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. കാരണം അതിലേക്കൊരു മെയിൽ വരും. അപ്പോൾ ഞാനിവിടെ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള മെയിൽ ID ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്യുക. സോ ഞാൻ മെയിൽ ID ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഞാൻ ഇതിലുള്ള ഫസ്റ്റ് നെയിമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങൾക്ക് കൊടുക്കാം, ഇനീഷ്യലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ അത് കൊടുക്കുമ്പോൾ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിയർ ആയിട്ട് കാണാം. സോ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ ആക്ടിവേഷൻ ഇമെയിൽ സെൻറ്റ്. സോ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ IDയിലേക്ക് ഒരു ആക്ടിവേഷൻ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൽ IDയിലേക്ക് പോകണം. സോ നമ്മളുടെ ഫോണിൽ നമ്മളുടെ Gmail അക്കൗണ്ട് ഉണ്ടാവും. Gmail അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഇവിടെ സൂമിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, പ്ലീസ് ആക്ടിവേറ്റ് യുവർ സൂം അക്കൗണ്ട്. സോ നമ്മൾ ആ മെയിൽ ഓപ്പൺ ചെയ്യുക. ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക, വെൽക്കം ടു സൂം. നമ്മുടെ മെയിൽ ID കാണാം, ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. സോ നമ്മൾ ആ ആക്ടിവേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രൗസർ വഴി സൂമിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴി നമുക്ക് സൂമിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാം. ഞാനിവിടെ ക്രോം വഴിയാണ് കയറുന്നത്. സൂമിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ നമ്മൾ ആദ്യം കൊടുത്ത നമ്മുടെ ഫസ്റ്റ് നെയിം വന്നിട്ടുണ്ടാവും, ലാസ്റ്റ് നെയിം വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് സൂം പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ സൂമിൻ്റെ പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയൊരു പാസ്വേഡ് ഉണ്ടാക്കണം. മെയിലിൻ്റെ പാസ്വേഡല്ല, സൂമിൻ്റെ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാവുന്ന തരത്തിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ എളുപ്പത്തിന് MC123456 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. സോ എളുപ്പത്തിൽ നമുക്ക് ഓർമ്മ നിൽക്കണം, ഈ പാസ്വേഡ് നമുക്ക് സൂം ഓപ്പൺ ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി അടുത്തത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾക്ക് ഓപ്പൺ കാണാം. ഇവിടെ പാർക്കിംഗ് മാറ്റേഴ്സ് എന്നുള്ളതാണ് കാണുന്നത്. സോ പാർക്കിംഗ് മീറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സോ അത് നമ്മൾ കണ്ടുപിടിക്കണം ഈ ചിത്രത്തിൽ. സോ ഇതൊരു പാർക്കിംഗ് മീറ്ററാണ്. അതുപോലെ തന്നെ ഇതും ഒരു പാർക്കിംഗ് ആണ്, ഇതും ഒരു പാർക്കിംഗ് ആണ്, ഇതും ഒരു പാർക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ പാർക്കിംഗ് ആവാം, ചിലപ്പോൾ കാറുകളുടെ ചിത്രം സെലക്ട് ചെയ്യാം, ചിലപ്പോൾ സൈക്കിളിൻ്റെ ചിത്രം സെലക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ചിത്രം നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാം. നമുക്കിത് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. സോ നമ്മളുടെ മെയിൽ ID യും പാസ്വേഡും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗോ ടു മൈ അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് എ മീറ്റിംഗ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മളുടെ സൂം ആപ്ലിക്കേഷനിലേക്ക് വരണം. സൂം ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞ് നമ്മൾ സൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ കണ്ടതുപോലെ കാണാനായിട്ട് സാധിക്കും. സോ ബാക്ക് കൊടുത്ത് ക്യാൻസൽ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ആദ്യം കണ്ടതുപോലെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ സൈൻ ഇൻ കൊടുക്കണം. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇമെയിൽ ID ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത് ഓക്കെ
ഇപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും അടിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴോ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോഴോ ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുന്ന ആ ഭാഗം റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൽ ഐ ഡി കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പുതിയതായിട്ട് എടുത്ത പാസ്വേഡും അവിടെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ കൊടുത്തു, നമ്മളുടെ മെയിൽ ഐ ഡി കൊടുത്തു, നമ്മളുടെ പാസ്വേഡ് കൊടുത്തു, നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ന്യൂ മീറ്റിംഗ്, ജോയിൻ എ മീറ്റിംഗ്, ഷെഡ്യൂൾ ആൻഡ് മീറ്റിംഗ്, ഷെയർ സ്ക്രീൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ആവണം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഷെയർ സ്ക്രീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി എങ്ങനെ ഒരു മീറ്റിംഗ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്യണം. ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 10-ാം തീയതി ഇന്നത്തെ ദിവസമാണ് മീറ്റിംഗ് ആണ്, ആൾറെഡി ഡേറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു 2 മണിക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്കാണ് മീറ്റിംഗ്, 3 മണിക്കാണ് മീറ്റിംഗ് വേണ്ടത് വെച്ചാൽ 3 മണിക്ക് സെറ്റ് ചെയ്യാം. സോ ആ മീറ്റിംഗ് കഴിയുന്ന സമയം നമുക്ക് ഒരു 4 മണി, 1 മണിക്കൂർ മീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മീറ്റിംഗ് ആണ് ചെയ്യുന്നത്, 4:30 സമയം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ സൂം ലൈസൻസ്ഡ് വേർഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 40 മിനിറ്റ് മീറ്റിംഗേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈസൻസ്ഡ് വേർഷൻ ആയാൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ടൈം, അത് നമ്മൾ പേ ചെയ്ത് കൊടുക്കണം. സോ പേ ചെയ്യാതെ എടുത്തിട്ടുള്ള ഏതൊരു സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 40 മിനിറ്റ് മീറ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അലോ സൂം ആക്സസ് അലോ കൊടുക്കുക. സോ നമ്മുടെ ഐ ഡി ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇത് മെയിലിലാണ്, നമുക്ക് ഇവിടുന്ന് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട്, ആഡ് ടു കലണ്ടർ, ഇൻവൈറ്റ്, ഡിലീറ്റ് എന്ന് കാണും. സോ ഇൻവൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് കാണാം. സോ അത് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐ ഡി ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഐ ഡി നമുക്ക് ആർക്കാണോ അയക്കാനുള്ളത് നമുക്ക് അവർക്ക് അയക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ മീറ്റിംഗ് ഐ ഡി നമ്മൾ അയക്കാറുള്ളത് വാട്സപ്പ് മുഖാന്തരമാണ്. സോ നമുക്ക് വാട്സപ്പ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐ ഡി റെഡി. സോ ഇതാണ് നമ്മുടെ മീറ്റിംഗ് ഐ ഡി വരുന്നത്. അതുപോലെ പാസ്വേഡും എല്ലാം ഉണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് സൂം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി വിചാരിക്കുന്നു. കാണുക, നിങ്ങളുടെ ടീമിലുള്ള എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.